പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹലാമുദ്ദീൻ ബിൻ സുലൈമാൻ. അപ്പോൾ നമ്മൾ ആട് വാങ്ങാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ട്രെയിനിൽ നിന്നുള്ള രാജസ്ഥാൻ്റെ കുറച്ച് കാഴ്ചകൾ. ഇപ്പോൾ 6 ഡിഗ്രി വരെയെല്ലാം തണുപ്പാണ് നിലവിലെ രാജസ്ഥാനിലെ ക്ലൈമറ്റ് വരുന്നത്. ഇനി ഒരു 3 മാസം 4 മാസം വരെ തണുപ്പ് പ്രകൃതിയായിരിക്കും. അതിനുശേഷം വീണ്ടും ചൂടാവും, പിന്നെ കുറച്ച് ദിവസം മഴയുണ്ടാവും. അങ്ങനെയാണ് രാജസ്ഥാനിൻ്റെ പൊതുവെയുള്ള ക്ലൈമറ്റ്. മഴയെല്ലാം പെയ്തപ്പോൾ നല്ല പച്ചപ്പ് ആണ്. അപ്പോൾ നമുക്ക് ആട് കച്ചവടം എന്താണ് എന്ന് മനസ്സിലാക്കാം. എൻ്റെ 18 വർഷത്തെ ഇതിലുള്ള പരിചയം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആട് കച്ചവടം നമ്മുടെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ എടുത്താലും, കന്യാകുമാരിയല്ല, നമ്മുടെ രാജസ്ഥാൻ എടുത്താലും, ഏത് സ്ഥലത്തെടുത്താലും കച്ചവടക്കാരുടെ രീതി എല്ലാം ഒന്നാണ്. അത് ചന്തയാണ്. അത് ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഇടനില ഉണ്ടാവും. അതുപോലെ എല്ലാം സെയിം. ഒരു ആട് കച്ചവടം എന്താണോ അതിപ്പോൾ ഈ ആട് കച്ചവടം എന്താണെന്ന് പറയുമ്പോൾ ഈ ആട് കച്ചവടക്കാർക്ക് മനസ്സിലാക്കാനാണ്. പുതിയതായ ആളുകൾക്ക് പറയാം, ഒരു സാധനത്തിന് അതിൻ്റേതായ വില എപ്പോഴും ഉണ്ടാവും. ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ എന്താണോ വിൽക്കുന്നത്, ഉദാഹരണം ആടാണ് വിൽക്കുന്ന പ്രദേശത്താണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വില വരുന്നത്, ഉപയോഗിക്കുന്ന ആളുകൾ ആട് ഇറച്ചിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ വില, ആട്ടിന് വില നല്ല കൂടുതലായിരിക്കും. കോഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോഴിയുടെ വില കൂടുതലായിരിക്കും. രാജസ്ഥാനിൽ നമ്മൾ ഏറ്റവും നല്ല വിലയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിലയെല്ലാം കാലം കോഴിയുടെ വില വളരെ കൂടുതലാണ്. കാരണം അവിടെ ഉപയോഗിക്കുന്ന കൂടുതലും കോഴിയാണ്. പിന്നെ ആട്ടിൻ്റെ ഇറച്ചി അവിടെ വില കുറവാണ്. എത്രയാണ് അവിടെ? വെറും 550. 400 ഇപ്പോൾ 550 രൂപ, 600 രൂപയ്ക്കകത്തെ അവിടെ മട്ടന് വിലയുള്ളൂ. പക്ഷേ നമ്മളവിടുത്തെ ചന്തകളിൽ പോയി കഴിഞ്ഞാലോ അത് വളരെ വില കൂടുതലാണ്. കാരണം അവിടെ വില കൂടുതലാണ് വരാനുള്ള കാരണം നമ്മളെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള കച്ചവടക്കാർ അവിടുത്തെ മാർക്കറ്റുകളിലുണ്ടാവും. ഓരോ മാർക്കറ്റിലും ഇത് തന്നെ മെഹുവ മാർക്കറ്റാണ്. അതായത് ജയ്പൂരിൽ നിന്ന് 130 കിലോമീറ്റർ മാറി നിൽക്കുന്ന മാർക്കറ്റാണ്. വേറെ ഇതിൽ തന്നെ ഈ വീഡിയോയിലുള്ള തന്നെ ഒരു മാർക്കറ്റ് അജ്മീർ മാർക്കറ്റാണ്. അത് 160 ജയ്പൂരിൽ നിന്നും 160 കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ എല്ലാം വരുന്ന ആടുകൾ 10,000 വരുന്ന ആടുകൾ. പക്ഷേ അവിടുത്തെ ചന്തയിലെ വിൽപ്പന 600 രൂപ കിട്ടില്ല, 700 രൂപ 800 രൂപ മേനിക്കാണ് കിട്ടുന്നത്. പിന്നെ മെലിഞ്ഞ ആടുകൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നല്ല ശോഷിച്ച ആടുകളെല്ലാം വളരെ വില കുറഞ്ഞ് കിട്ടും. ആ ആടുകളൊന്നും നമ്മൾ കേരളത്തിൽ വില കിട്ടൂല കേട്ടോ. ഇവിടെ കൊണ്ടുവന്നാൽ കച്ചവടക്കാർ വാങ്ങൂല. ഇവിടെ നല്ല പുഷ്ടിയിൽ വളരുന്ന ആടുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ എപ്പോഴും മാർക്കറ്റുള്ളത്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ആണ് പ്രധാനമായിട്ട് കച്ചവടം ചെയ്യുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം നമുക്ക് വില കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 700, 750, 800 മേനിയായി ഇവിടെ കൊണ്ടുവന്നിരുന്നാൽ 50 രൂപ മാർക്കറ്റ് മാറി നമുക്ക് വിൽപ്പന നടക്കും. മലപ്പുറത്ത് നിന്ന് ആളുകൾ ലോഡ് വേണ്ടി ശരിക്കും ആളുകൾ വിളിക്കാറുണ്ട്. പക്ഷേ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് മലപ്പുറത്തേക്ക് കൊടുത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. കാരണം അവിടെ റേറ്റ് വളരെ കുറവാണ്. അതായത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ കമൻ്റ് എല്ലാം പറയുമ്പോൾ 700, 750 മാത്രമാണ് വിലകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ. അപ്പോൾ മാർക്കറ്റ് നിങ്ങൾ ഈ ആട് കണ്ടില്ലേ, ഇതെല്ലാം മെലിഞ്ഞാട്. ഇതുപോലത്തെ ആടുകളെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അവിടെ ഇവിടെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കിട്ടും. പക്ഷേ എല്ലാവരും ഇത് വാങ്ങണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാർക്കറ്റ് നിലനിൽക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഉപയോഗം അനുസരിച്ചും അവിടുത്തെ വിൽപ്പന അനുസരിച്ചുമാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പിന്നെ ആടുകൾ വാങ്ങാൻ വേണ്ടി പൊതുവേ 600, 750 ആണെങ്കിലും ചന്തകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിലയ്ക്ക് കിട്ടണമെന്നില്ല. വളരെ വില കൂടുതലാണ്. കാരണം വെളിയിൽ നിന്നും ആളുകൾ ഇപ്പോൾ 800, 900 എല്ലാം വിൽക്കുന്ന പ്രദേശത്ത് നിന്ന് മലപ്പുറം ജില്ലയുടെ ചന്തകളിൽ ആളുകൾ ആട് വാങ്ങാൻ പോകും. മലപ്പുറം അല്ല, വാണിയംകുളമായിരുന്നാലും പാലക്കാടായിരുന്നാലും അതെല്ലാം പറഞ്ഞ് വില കൂടി വരുന്നത് അതുകൊണ്ടാണ്. മുമ്പ് കാലങ്ങളിലെല്ലാം തിരുവനന്തപുരത്തുള്ള കോട്ടയം പിന്നെ അവിടെ നമ്മളെ എറണാകുളം, കാലാമ്പൂരുള്ള ആ ചന്തകളിലെല്ലാം പോകുന്നത് വില. അപ്പോൾ ഈ മാർക്കറ്റ് നിലനിൽക്കുന്നത് ആടുകളുടെ ഉപയോഗത്തിന് അനുസരിച്ചിട്ടാണ് വില കൂടുന്നത്. ഒരിടത്തും വില കുറഞ്ഞ് നമുക്ക് ആടുകളെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എല്ലായിടത്തും ആട് കുറവാണിപ്പോൾ. അതുകൊണ്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വില കുറവാണ് എന്നറിഞ്ഞുകൊണ്ട് ആളുകൾ ഓടിപ്പോകുമ്പോൾ അവിടെ വില കൂടിപ്പോകുന്നുണ്ട്. വില ഇപ്പോൾ പിന്നെ ഒരു മാർക്കറ്റിലൊരു 10,000 രൂപ വിൽക്കുന്ന ആട് 10,000 രൂപ വിൽക്കും. ഒരാടിന് 10,000 രൂപ വിൽക്കുന്നതെന്ന് വെച്ചോളേ. ആരും എന്ത് ചെയ്യൂല, പുറത്ത് ഒരു ഫാമായിരുന്നാലും
വീടുകളായിരുന്നല്ലോ അവർ 5000 രൂപയ്ക്ക് കൊടുക്കൂല, ഒരിക്കലും കൊടുക്കാൻ കഴിയൂല. കാരണം അവർക്ക് മാർക്കറ്റ് അറിയാം. ഇന്ന ചന്തയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പോകുന്ന ആളിപ്പം അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾ വിൽക്കണം. ഞാൻ ആട് കർഷകരോട് നേരത്തെ പറഞ്ഞ ഉപദേശമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ചന്തയിൽ പോയിട്ട് നോക്കുമ്പോൾ ഒരു ആട് വിൽക്കുന്ന വില അറിയാൻ കഴിയും. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ മാർക്കറ്റ് നിശ്ചയിക്കേണ്ടത്. ഇതാണ് കച്ചവടം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു യൂട്യൂബോ എന്തെങ്കിലും കണ്ടു, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വില കുറച്ച് കൊടുക്കുന്നു. നമുക്ക് വില കുറയ്ക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ വില കുറയ്ക്കാറുണ്ട്, കിട്ടുന്നതനുസരിച്ച്. വലിയ വില കുറവിലല്ല നമ്മൾ കൊടുക്കുന്ന. അത് ഓരോ മാർക്കറ്റ്, ഇപ്പോൾ നമുക്ക് 2 ലോഡ് 3 ലോഡ് വരാനുണ്ട്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്കറ്റ് ഡൗണായി, അപ്പോൾ നമുക്ക് അവിടെ വില കുറച്ച് കിട്ടുമ്പോൾ അത് കൊടുക്കാൻ കഴിയും. അല്ലാതെ നമുക്കൊരു സാധനത്തെ പകുതി വിലയ്ക്ക് ആടുകളൊന്നും കൊടുക്കാൻ നമുക്ക് കഴിയൂല. ഇപ്പം നമ്മൾ തന്നെ ഏതൻ ഗോഡ് ഫാം തിരുവനന്തപുരം 90 61 42 96 95 എൻ്റെ നമ്പറാണ്. എനിക്കിവിടെ കൊണ്ടുവന്ന മുട്ടനാടുകൾ 350-നോ 360-നോ തരാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. 1 ലോഡ് എടുക്കാൻ തയ്യാറാണ്. പെണ്ണാടുകളെല്ലാം 320-നോ 310-നോ എല്ലാം ഞാൻ തയ്യാറാണ്. കാരണം നമുക്കിവിടെ 350 380 സീസൺ വരെ 400 വിൽപ്പനയുണ്ട്. അതുപോലെ മുട്ടനാടുകൾ 450 വരെ 440 വരെ എല്ലാം വിൽപ്പനയുണ്ട്. 425 വരെ 400 വരെ എല്ലാം നമുക്ക് വിൽപ്പനയുണ്ട്. അതുകൊണ്ട് നമ്മളെടുക്കാൻ തയ്യാറാണ്. എവിടെ നിന്ന് എടുത്ത ആടായാലും. അല്ല, നമ്മളിവിടെ കൊടുക്കുമ്പോൾ നല്ല പുഷ്ടിയുള്ള ആടാവണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ കസ്റ്റമർ നല്ല ആടുകളെ നിലവിലെടുക്കുള്ളൂ. അതുകൊണ്ട് ആട് കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. പൊരുൾ, അതിൻ്റെ പ്രായം, ഓരോ ആടുകൾക്ക് അതിൻ്റെ പ്രായം അനുസരിച്ചിട്ടാണ് വില വരുന്നത്. 8 മാസത്തിൻ്റെ ആടിനല്ല, 8 മാസത്തിൻ്റെ ആടിൻ്റെ വിലയല്ല ഒരിക്കലും എത്ര മാസമായ ആട്, 1.5 വയസ്സായ ആടിൻ്റെ വില, 3 വയസ്സായ ആടിൻ്റെ വില അതല്ല. അതുപോലെ കൊഴുത്ത ആടിന് ഒരു വിലയാണ്, കൊഴുക്കാത്ത മെലിഞ്ഞ് നിൽക്കുന്ന ഒരാടിന്. ഇതെല്ലാം മനസ്സിലാക്കുകയാണ് നമ്മൾ കച്ചവടം എന്നുള്ളത് അപ്പോൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരിടത്തും വില കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളോ പണങ്ങളോ കൊണ്ട് കളയാൻ വേണ്ടി ഒരിക്കലും നിൽക്കരുത്. മനസ്സിലാക്കി ചെയ്യുക, നല്ലതാണ്, കച്ചവടമാണ്. കുറേ വർഷം ഇപ്പോൾ എനിക്ക് ഈ ലോഡ് ആടുകളെല്ലാം തീരുന്നതിൻ്റെ പ്രധാന ഘടകം, എനിക്ക് വളർത്തുകാരായ കസ്റ്റമർ എനിക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ മീറ്റിന് ഉപയോഗിക്കുന്നവരായ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് ഒരിടത്ത് പോയി 100-200 ആട് എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് അതിൻ്റേതായ രീതിയിൽ വിൽക്കാനുള്ള ആളുകളുണ്ട്. കാരണം തിരിച്ച് കൊടുക്കാൻ കഴിയും. അതുപോലെ ബ്രീഡുകളാണെങ്കിൽ എനിക്കറിയാൻ പറ്റും ഇന്ന ബ്രീഡാണ്, അത് ഇന്ന പാലുൽപാദന ശേഷിയുള്ള ആടാണെന്ന് എനിക്കറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു ലോഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ എല്ലാം കൂടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് ചെയ്യില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കുക. അത് കച്ചവടം എന്ന് പറയുന്നത് അറിഞ്ഞ് തന്നെ ചെയ്യേണ്ടതാണ്. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും പോയി അഡ്വാൻസോ പൈസകളോ കൊടുത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആടിൻ്റെ മേഖലയെ ആരും പറയരുത്. കൊറോണയുടെ സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കച്ചവടം എന്നുള്ളത് അറിഞ്ഞ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും എല്ലാം സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടി നമുക്ക് മറുപടികൾ പറഞ്ഞു തരാം. നമുക്ക് ഇതിൽ അറിവുകൾ പങ്കുവെക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരിക്കലും എനിക്ക് നടക്കേണ്ട കച്ചവടം മറ്റുള്ളവന് നടക്കുമെന്നാരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വിശ്വാസപ്രകാരം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഹാരവും മരണവും എല്ലാം എഴുതപ്പെട്ട് ഇറക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആഹാരം ആർക്കും തട്ടിപ്പറിച്ചെടുക്കാൻ കഴിയില്ല, എൻ്റെ മരണം ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല, അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാണ്. നമ്മളെ ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്നതിനനുസരിച്ച് ഫാമിലേക്ക് വന്നാൽ വളർത്തിൻ്റെ രീതികളും എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുക, ഉപയോഗപ്പെടും.